ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെയിൽവേയുടെ ഒരു ആനുവൽ കലണ്ടർ, എക്സാം ഏതൊക്കെ ഈ വർഷം 2026 ഏതൊക്കെ എക്സാംസ് നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് എന്ത് ചെയ്യാനാണ്, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഈ വർഷം ഏതൊക്കെ എക്സാമാണ് വരുന്നത്. റെയിൽവേ എല്ലാ കൊല്ലവും എക്സാം ഇതേപോലെ കലണ്ടർ പുറത്ത് വിടും. എന്ത് ചെയ്യുന്നുണ്ട്? റെയിൽവേ എല്ലാ കൊല്ലവും കലണ്ടർ പുറത്ത് വിടുന്നുണ്ട്. ഏതൊക്കെ? നമ്മുടെ SSC ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇല്ലേ? SSCക്കും എന്താണ്, എല്ലാ കൊല്ലവും വ്യക്തമായ ഒരു കലണ്ടർ അവർക്കുണ്ട്, ഏതൊക്കെ എക്സാം അവർ നടത്തും എന്നുള്ളത്. അതേപോലെ റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കലണ്ടർ പുറത്തു വിടുന്നുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാതെ 2025 എന്ന് വെച്ചാൽ നമ്മുടെ 2026 തുടക്കം, അല്ലെങ്കിൽ 5/12/2025 ഇറക്കിയതാണിത്. 2026 വേണ്ടിയിട്ടുള്ള എക്സാം നോട്ടിഫിക്കേഷൻസ് എല്ലാം ഏത് ടൈമിൽ വരുമെന്നുള്ള ഒരു ഏകദേശ രൂപം തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇറക്കുന്നത്. റെയിൽവേ എന്തൊക്കെയാണ് ജനുവരി മാർച്ചിൽ ഏതൊക്കെ എക്സാം വരും? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു ഇല്ലേ? ഓൾറെഡി അത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ജൂൺ, നമ്മളിപ്പോൾ ഓഗസ്റ്റ് ആയി, ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് എത്തി. നമുക്ക് ടെക്നീഷ്യൻ വിളിച്ചു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു. സെക്ഷൻ കൺട്രോളർ അതാ ഇപ്പോൾ കിടപ്പുണ്ട് ലൈവിൽ. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അയക്കാം, ഡിഗ്രി ഉള്ള ഗ്രാജുവേഷനുള്ള ആൾക്കാർക്ക് എന്താ അയക്കാം? സെക്ഷൻ കൺട്രോളർ ഇപ്പം നിങ്ങൾക്ക് അയക്കാം, അതിപ്പം വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ ഇല്ലേ? നമുക്കെന്താണ്, ജൂണ് വരുമെന്ന് പറഞ്ഞു, ജൂലൈ അവസാനത്തോടെ, ജൂലൈയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെക്ഷൻ കൺട്രോളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ അറിയാനായിട്ട് സാധിക്കും? നമുക്ക് എന്താണ് എക്സാമൊക്കെ എന്ന് നടക്കും, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഏതിലറിയാൻ പറ്റും? എക്സാം കലണ്ടർ വഴി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് അറിയോ? ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ എക്സാം വിളിക്കുന്നു. നിങ്ങൾ പോളി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനയക്കാം? ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അയക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജ് കോമൺ ആണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പ് ഡി ആണോ, ഏത് റെയിൽവേയുടെ എക്സാം ആണോ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്, അല്ലെ SSC, ഇതിൻ്റെ എല്ലാം എന്താണ്, ഒരു കോർ സിലബസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതേ സിലബസ് തന്നെയാണ് നമ്മളുടെ ഇതിൻ്റെ എല്ലാം പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസിലെല്ലാം എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിൽ എന്താണ്, സെയിം സിലബസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. റെയിൽവേ SSC തമ്മിൽ എന്താണ് വ്യത്യാസം? SSCയിൽ ഇംഗ്ലീഷ് കൂടെ പഠിക്കണം. റെയിൽവേയിൽ വരുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക് കാണില്ല. മാത്സ്, റീസണിങ്, GK, കറണ്ട് അഫെയർ, ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. വേറെ എന്താണ് എക്സാം? പാരാമെഡിക്കൽ കാറ്റഗറിയിൽ വരുന്ന എക്സാംസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ, അതിൻ്റെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഇനി വീണ്ടും വിളിക്കാൻ പോവാണ്. എന്നാ വിളിക്കുന്നതെന്ന് അവർ പറയുന്നത്? ജൂലൈ ടു സെപ്റ്റംബറിൽ നമുക്ക് എന്താണ് അടുത്ത NTPC നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രാജുവേറ്റും പ്രതീക്ഷിക്കാം, അണ്ടർ ഗ്രാജുവേറ്റും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ്, അടുത്തൊരു റെയിൽവേ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്താണ്, ഒരിക്കലും നിങ്ങൾ ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ഇപ്പോഴേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത്, കാരണം നമ്മളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക, എന്താണ്, കോമ്പറ്റീഷൻ ഉണ്ട്. ഇന്ത്യ പോലെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും കോമ്പീറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റത്തോടും എല്ലാവരോടും കോമ്പീറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് ഈ ജോലി നേടിയെടുക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ റീലൊക്കെ നോക്കുന്നത് കുറച്ചൊന്ന് ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കലണ്ടർ നമ്മൾ ഇടുന്നത് വഴി എന്താണ്, എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്താണ്, നമുക്കൊരു പർപ്പസ് ഉണ്ട് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഒക്ടോബർ ഡിസംബറിൽ മിനിസ്റ്റീരിയൽ ഐസൊലേറ്റഡ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ലാസ്റ്റ് കിടക്കുന്ന കണ്ടോ, ഒരു ലെവൽ 1. നിങ്ങൾക്കിനി ഡിഗ്രി ഇല്ല, പോട്ടെ, നിങ്ങൾക്കിനി ഡിഗ്രി ഇല്ല, നിങ്ങൾക്കിനി +2 ഇല്ല, നിങ്ങളുടെ കയ്യിൽ എന്താണ് 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ളൂ. എന്നാൽ പോലും എന്താണ്, നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലി വാങ്ങാനുള്ള ഒരു അവസരം നമുക്കിവിടെ കിടപ്പുണ്ടോ. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഡി എന്നാണ് ഓഗസ്റ്റ് 3 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ ഗ്രൂപ്പ് ഡി എക്സാം. ഓഗസ്റ്റ് 3 തൊട്ട് നമുക്കൊരു ഓഗസ്റ്റ് 24 വരെയൊക്കെ ആയിട്ട് എന്താണ്, ഗ്രൂപ്പ് ഡി എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തവണ കൊടുക്കാൻ എനിക്ക് പറ്റില്ല, അല്ലേ എനിക്ക് വിചാരിച്ച പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ, നിങ്ങൾക്ക് എന്താണ്, അടുത്ത ഗ്രൂപ്പ് ഡി എക്സാം ഉറപ്പായിട്ടും വിളിക്കും. നമ്മുടെ എവിടെ ഉണ്ട്, കലണ്ടറിൽ പറയുന്നുണ്ട്, ഈ കൊല്ലം അവസാനം ഗ്രൂപ്പ് ഡി വിളിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം ഗ്രൂപ്പ് ഡിക്കൊക്കെ കഴിഞ്ഞ തവണ വന്ന കട്ട് ഓഫ് 78 ആയിരുന്നു. ഈ തവണ അത് ഉറപ്പായിട്ടും ഞാൻ പറയുന്ന കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാം ഡേറ്റ് ആണെങ്കിൽ കട്ട് ഓഫ് കുറയും. അങ്ങനെ എന്തായാലും എക്സാം എന്താണ്, ഗ്രൂപ്പ് ഡി എന്താണ്, പണ്ട് കട്ട് ഓഫ് വളരെ കുറഞ്ഞിരുന്ന ഒരു എക്സാം ആയിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? കോമ്പറ്റീഷൻ, ആൾക്കാരെല്ലാം പഠിക്കും, എല്ലാവർക്കും ജോലി വേണം. അപ്പോൾ എന്താണ്,
നമ്മളെന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തുടങ്ങുക. നമുക്ക് ഇപ്പോഴേ നമുക്കറിയാം എന്ത് ഗ്രൂപ്പ് ഡി ഉറപ്പായിട്ടും വിളിക്കും എന്നുള്ളത് കലണ്ടറിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നേ പഠിച്ച് തുടങ്ങുക. നമുക്ക് എന്താണ് ലോങ് ടേം ആയിട്ടൊരു ജോലി നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതം നോക്കുന്ന ടൈമിൽ എന്താണ് നമുക്കൊരു സെക്യൂർ ആയിട്ടൊരു ജോബ് വേണം. അടുത്തൊരു പേ കമ്മീഷനൊക്കെ വരുമ്പോഴത്തേക്ക് 50,000 രൂപ വരെയൊക്കെ സാലറി ലഭിക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണ് ഏത് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റും. നമുക്ക് ഒരു എക്സാമിനും വില കുറച്ച് കാണാൻ പറ്റില്ല. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ്, നിങ്ങളെ എന്ത് ചെയ്യണം, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലോങ് ടൈമിൽ നമ്മുടെ പ്ലാനുകൾ സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക. നമ്മളെന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി. നമുക്ക് പറയുന്ന പോലെ എന്താണ് ഏത് എക്സാമിനും CGL, MGS, CHSL, CPU, GD ഇതിൽ ഏത് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും ഇതിനകത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്താണ് അവിടെയും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും? ഇതിനകത്തെ മാത്സിന് മാറ്റമുണ്ടോ? മാത്സിന് മാറ്റമില്ല. റീസണിങ്ങിൽ മാറ്റമുണ്ടോ? റീസണിങ്ങിൽ മാറ്റമില്ല. പിന്നെന്താണ് നമ്മൾ പറയുന്നത്, GK മാറ്റമുണ്ടോ? GK മാറ്റമില്ല. ക്വസ്റ്റ്യൻ വരുന്ന എന്താണ് വെയിറ്റേജിൽ മാറ്റം വരുമായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. പിന്നെന്താണ് ഈ SSCയിൽ ഇംഗ്ലീഷും കൂടെ എക്സ്ട്രാ പഠിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ കോർ എന്താണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീമുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനോടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ബെസ്റ്റ് ഫെസിലിറ്റികളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ അടുത്തൊരു കണ്ടന്റും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ കാണാം.